അങ്ങനെ രാവിലെ നോക്കിയപ്പോഴാണ് ശങ്കൻ വിസന്റെ പേപ്പർ കോപ്പി എടുത്തിട്ടില്ല. അവിടുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയില്ല പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലേ, എന്നാലും പോയി നോക്കാം. ഇവിടെ ക്രിസ്മസിന്റെ ഇതൊക്കെ അപ്പോൾ നമ്മളെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വിളിച്ച്, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. സാറിനോട് ചോദിച്ചിട്ടാണ് പോയത്. പക്ഷെ അവർ സാറ് പറഞ്ഞത് ഹെഡൊക്കെ വന്ന് ചെക്ക് ചെയ്താൽ അയാൾ ഉത്തരവാദിയല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്ത് തിരിച്ച് പെട്ടെന്ന് പോകണം. അപ്പോൾ എന്തായാലും വിസ അടിച്ചിട്ടുണ്ടോയെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അവിടെ പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ എവിടെ പോകണമെന്നൊക്കെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും പറയും എങ്ങനെയാണ്, എത്ര ദിവസം ഉണ്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിസ കിട്ടുന്നത്, കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രിപ്പൊക്കെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അല്ല, നിങ്ങൾ ബാക്കി വീഡിയോ ആണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് തലയൊക്കെ വേദന എടുക്കുന്നു. യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകണം. കാരണം നമ്മൾ ഇവിടെ ഒരു കാർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ ഫൈനൽ മാർക്ക് എഴുതി തരുന്ന ഒരു സംഭവം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മളൊരു എന്താ പറയുക, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു കൺഫർമേഷൻ ലെറ്റർ കോളേജിൽ നിന്ന് വാങ്ങണം. അപ്പം അതിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മൾ ഫുള്ള് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. ഇതാണ് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് കിറ്റാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടുന്ന് നമുക്ക് പേപ്പർ മേടിക്കണം. ഈ 125 നമ്മൾ പേപ്പർ വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പേപ്പർ. ഇനിയിപ്പോൾ വേറെ കുറേ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും ആർക്കെങ്കിലും ഒക്കെ. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പണിയുണ്ട്. ഈ കാർനെറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനെ അപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് അത് ഇത് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഓക്കെ ബൈ. ഹലോ, അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ് ജർമ്മനിയിലേക്ക് പോകാനുള്ള ശങ്കൻ വിസയുടെ ഇൻ്റർവ്യൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ട്. പിന്നെ എന്താ മുടിയൊക്കെ ഒന്ന് വെട്ടണം, താടി. കാരണം ഇൻ്റർവ്യൂ പോകുന്നതിനെ കൊണ്ട് കുറച്ച് വൃത്തിയിലും പോവാന്ന് കരുതി. ഇനി പേരിൽ പരീക്ഷ തരാൻ കൊടുക്കണ്ട. അധികം നേരം ഈ ഫോൺ പിടിച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒടുക്കത്തെ തണുപ്പും മഴയുണ്ട്. അപ്പോൾ എന്തായാലും മുടി വെട്ടാൻ പോകും. താടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. പിന്നെ മുടി കാര്യമായിട്ട് വെട്ടാനൊന്നുമില്ല. എന്നാലും ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്തായാലും കഴിഞ്ഞിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മുടി വെട്ടുന്ന കട. അവിടെ ജാക്കറ്റ് അവിടെ ഉരിയാക്കാൻ പോവാണ്. ഇവിടെ ഭയങ്കര നമ്മളൊരു 10 മിനിറ്റ് നേരത്തെയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഒക്കെ വെട്ടിയിട്ടുണ്ട്. നല്ല 200, അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപയാണ് മുടിയും താടിയും കൂടെ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും താടി വെക്കാറില്ല, എല്ലാവരും ക്ലീൻ ഷേവാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ താടി മൊത്തം എടുക്കാനൊന്നും വയ്യ. പക്ഷേ ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് പോവാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ തരാതിരിക്കണ്ട. അപ്പോൾ നമ്മൾ മുടിയൊക്കെ വെട്ടി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോവാണ് ഈ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കാർഡ് വേണം, ഗ്രീൻ കാർഡിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി. 6 ലിസ്റ്റാണ് നമുക്ക് കോപ്പി എടുക്കാനുള്ളത്. അതെന്ന് വെച്ചാൽ പാസ്പോർട്ട്, നമ്മൾ ജനറൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പാസ്പോർട്ട്, ഗ്രീൻ കാർഡ്, പിന്നെന്ന് വെച്ചാൽ റൂം, ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, കാരണം ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം, അതിൻ്റെ ഒരു കോപ്പി. പിന്നെ വേറെ എന്തൊക്കെ,
പിന്നെ ഈ ഷെങ്കൻ വിസയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. വേറെന്താ, എല്ലാം പറഞ്ഞു നമ്മൾ. എങ്ങനെ പോയാലും ഒരു 6-7 കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ. എല്ലാം പറഞ്ഞെന്നാണ് വിശ്വാസം. ഇറങ്ങിക്കോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇതേപോലെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നത്, ഇതേപോലെ വിസയ്ക്കൊക്കെ. അതിന്റെ ടെൻഷൻ ഉണ്ട്. അവരെന്ത് ചോദിക്കും, എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി ട്രാവൽ ചെയ്തതിനെ കൊണ്ട് ആള് പറഞ്ഞത് ഫസ്റ്റ് ടൈം വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവര് കുറച്ച് റൂഡായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അറിയില്ല, അതൊക്കെ കേട്ടാൽ കുറച്ച് നല്ല ടെൻഷൻ ഉണ്ട്. എന്തായാലും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അവരെന്താ പറയുന്നത്. നമ്മളങ്ങനെ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ തന്നെ ഭയങ്കര തിരിഞ്ഞാളിയായിരുന്നു. കാരണം ഞാൻ കുറേ മുന്നേ അക്കോല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ രാവിലെ നോക്കിയപ്പോഴാണ് ഷെങ്കൻ വിസൻ്റെ പേപ്പർ കോപ്പി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ക്ലാസ്സിൽ പോയി. അത് അത്യാവശ്യം 2-3 ദിവസം വരെ പോകണം. അങ്ങനെ ക്ലാസ്സിൽ പോയി തിരിച്ച് വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇപ്പോൾ ബാങ്കിൽ പോയി. അങ്ങനെ ഏകദേശം എല്ലാ പേപ്പറും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ താമസിക്കുന്നത്, പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇൻവിറ്റേഷൻ ലെറ്റർ, പിന്നെ ഷെങ്കൻ പേപ്പർ, അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് അവരെന്താ ചോദിക്കുകയെന്നറിയില്ല. എന്തായാലും എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞങ്ങളോട് പറയാം. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാണാം. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, എങ്ങനെയാണ് വിസ പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അവരതൊന്നും പറഞ്ഞു തരത്തില്ല. നമ്മളിത് പറഞ്ഞ് പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ മുന്നേ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഫിലിം സ്കൂൾ ഉണ്ടായിരുന്നു. ആയിരുന്നു ആദ്യം നമ്മൾ ചുമ്മാ. ഇതാണ് സ്കൂള്, ഫിലിം സ്കൂള്. അപ്പോൾ അന്ന് വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലോസ്ഡ് ആണ്, അപ്പോയിൻമെൻ്റ് എടുക്കാതെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിട്ട്. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല, നോക്കാം. 15 മിനിറ്റ് മുന്നെയാണ് വന്നത്. അപ്പോൾ അത് കാരണം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് കഴിയുമ്പോൾ കയറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അതിൻ്റെ ഫ്രണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെയാണ് പേപ്പർ വേണ്ടതെന്നുള്ളത് എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഇതെന്ത് അപ്പോൾ നമ്മളങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പേടിച്ചാണ് കയറിയത്. പക്ഷെ അത്ര വലിയ സീനൊന്നും ഇല്ല. അവര് അക്മലായിരുന്നു ആദ്യം കയറിയത്. അക്മലിനായിട്ട് 2 മണിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അക്മലിനെ ആദ്യം കയറ്റി. അപ്പൊ അക്മൽ പറഞ്ഞ് ഇങ്ങനെ ഒരാളും കൂടി ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ വലിയ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് പിന്നെ സിഗ്നേച്ചർ ഇട്ട് അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു 80 യൂറോസ് അവിടെ അടയ്ക്കാനുണ്ട്, ഇവരുടെ വിസ പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞിട്ട്. അത് ജർമ്മൻ ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നോണ്ട്. പിന്നെ എയർബിഎൻബിയിലാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ വിസ കയ്യിൽ കിട്ടാതെ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അപ്പം പിന്നെ നമ്മളവിടെ ഓൾറെഡി നമ്മളെ ഒരു റിക്വസ്റ്റ് ലെറ്റർ പോലെ നമ്മളെ ഒരു ഫ്രണ്ട് നമുക്ക് ലെറ്റർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത്തെ ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് ചോദിച്ചത് എന്തിനാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, പഠിത്തത്തിനാണോ അതോ ടൂറിസ്റ്റ് വിസയ്ക്കാണോ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകത്തില്ല എത്ര രൂപയാണെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ തന്നെ ഒന്നെങ്കിൽ ഇവിടുത്തെ ബാങ്കിലെ USDയും യൂറോ അക്കൗണ്ടിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോകാൻ നോക്കുക മാക്സിമം. അതെ, ഇവിടുത്തെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് യൂറോ USDയോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഓർത്തപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കത്ത് കയറ്റാൻ പറ്റത്തില്ല, ഫോൺ കയറ്റാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ മൊത്തത്തിൽ ചെക്കപ്പൊക്കെ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് കയറ്റുന്നത്. പക്ഷെ ഞാൻ നല്ല സീനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത്ര സീനൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എത്രയോ ദിവസം കഴിഞ്ഞിട്ട് അതവർ നമുക്ക് വിസ അടിച്ചിട്ട് തിരിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷെങ്കൻ കൺട്രീസിൽ എല്ലായിടത്തും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും.
അതാണ് ഇതിന്റെ ഗുണം. വിചാരിക്കാം. കാരണം ഒരു 7 വർക്കിംഗ് ഡേ ആണ് ഇത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അറിയാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്താണ്. അതെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരും. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും അപ്പം എന്താ പറയുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും നമ്മളവിടെ പോകുന്നതൊക്കെ. അപ്പോൾ എന്തായാലും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതായിരിക്കും.